ഗൈസ്, ഞങ്ങളപ്പം ടൂറ് പോവാണ്. എവിടെയാണ് പോകണമെന്ന് ചോദിച്ചാൽ വയനാടാണ്. ഫാമിലിയൊക്കെ ഉണ്ട് കാരണത്ത്. അപ്പം നമുക്ക് വയനാട് വീട്ടിൽ കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ സന ഹോട്ടലിൽ എത്തിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ യാത്ര തുടങ്ങാം. ബൈ. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കോഴിക്കോടല്ലേ, നമ്മൾ കോഴിക്കോടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വയനാടൻ ചുരം എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഇവിടെ ബ്ലോക്കായിട്ട് മൊത്തം പറ്റിയിരിക്കും. ഒരു വണ്ടി നേരെ സ്വന്തം അനങ്ങണി കേട്ടോ. ഗൈസ്, അപ്പോൾ എല്ലാവരും പറഞ്ഞോണ്ട് ശരി കേട്ടോ. ഇവിടെ വണ്ടി ഒന്നും അനങ്ങണി, ഞാൻ ബ്ലോക്കായിട്ട് കിടക്കാണ്. നിങ്ങളുടെ പെരുന്നാളൊക്കെ വഴി വെച്ച് തന്നെ പോവും. അതുകൊണ്ട് മാക്സിമം രാവിലെ ആ സമയത്തൊക്കെ ഇറങ്ങാൻ നോക്കാം, വെളുപ്പിനെ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് വിശന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പം ഗൈസ്, നമുക്ക് കഴിച്ചിട്ട് റിസോർട്ടിൽ പോകാം. നമ്മൾ റിസോർട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ചെക്കൗട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ്. അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് റിസോർട്ടിൽ പോയി കുറച്ച് പൂളി കിടക്കാം ഗൈസ്. അപ്പം നമ്മുടെ ദേ ഫുഡ് വന്നിട്ടുണ്ട്. മീൽസ് നമ്മൾ പറഞ്ഞേ, പിന്നെ നമ്മൾ കുറച്ച് ചിക്കനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് റിസോർട്ടിൽ പോകാം. ബൈ. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ വ്യൂ ഒക്കെ എന്ത് വ്യൂ ആണെന്നറിയോ, ഭയങ്കര വൈബായിട്ടോ. 2 റൂമുണ്ട്, തറയിലും വേറെ റൂമുകളുണ്ട്. പക്ഷെ നമ്മളടുത്ത കുറച്ച് ചെറുതായിട്ടോ, എന്താ അറിയൂല. അതെ, നോക്കേ ഇവിടുത്തെ ഫ്രെയിമിങ്ങൊക്കെ നോക്കേ. പിന്നെ ബാത്റൂമൊക്കെ പറഞ്ഞുണ്ടല്ലോ. അതെ, ഇവിടെ ഒരു ചെറിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇവിടെ 2 റൂമുണ്ട്. ഇതൊരു സ്മോൾ റൂമാട്ടോ, ഇത് ഒരു മാസ്റ്റർ റൂമും. പിന്നെ ഇവിടുത്തെ ബാത്റൂമും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ ഹൈലൈറ്റാണ് ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ, എന്ത് വൈബാ. ഇവിടെ 2 ചെയർസ് ഉണ്ട്. ഇതാണ് ഒരു റൂം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെ കണ്ടോ. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ഇതേ ആ വൈബാട്ടോ. പിന്നെ ആ സ്വിമ്മിംഗ് പൂളും നമുക്ക് 9 മണി വരെ അവൈലബിൾ ആണ്. 9 മണി വരെ. നമ്മളപ്പം ഇപ്പോഴത്തെ ചെക്കൗട്ട് ചെയ്യുവാണ് റിസോർട്ടിൽ നിന്ന്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്ന ഗോകാട്ടിലാണ്.
ഇവിടെ ഒരു അടുത്തൊരു ഗോകാർട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് അവിടുന്ന് നേരെ കോഴിക്കോട് പോകും. അപ്പം നമുക്ക് ഗോകാർട്ടിലും കോഴിക്കോടിലും പോയിട്ട് കാണാം. ബായ്. അപ്പം നമ്മളിത് ഗോകാർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ ഓപ്പൺ ചെയ്ത് ബുക്കൊക്കെ ചെയ്ത് വെച്ച് ഇനി നേരെ കയറി ഓടിക്കാം. 500 റുപ്പീസിന് 5 ലാപ്പ് എടുക്കാം നമുക്ക്. അപ്പം നമുക്ക് എടുത്തിട്ടും വരാം. അപ്പോൾ നമ്മൾ കോട്ടക്കലുള്ള നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ രാത്രിത്തെ ഫുഡും മേടിച്ച് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി കഴിക്കാം.